ഹേ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് പോണത് ഒരു ഫാമിലി ടൂറാണ്. വാഗമണിക്കാണ് പോണേട്ടാ. പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിന് 4 മണി സമയത്താണ് പോണത്. അപ്പോൾ ഇവിടെ നിന്ന് പോണത് നമ്മൾ നേരെ പള്ളിയുടെ അവിടേക്കാണ് പോണത്. അവിടെയാണ് ബസ്സൊക്കെ കിടക്കണത്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പോയി ഇപ്പോൾ എൻ്റെ വീട്ടുകാരും പിന്നെ തമ്പൂരിൻ്റെ വീട്ടുകാരും പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങി പോയാലാണ് കുഞ്ഞുമുത്തിൻ്റെ വീട്. അപ്പോൾ അവരും എല്ലാവരുമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് പോണത് അവിടേക്ക്. 1 ഡേ ട്രിപ്പായിട്ടാണ് നമ്മൾ പോകണത്. പക്ഷെ കണ്ടാൽ പറയില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടിയും കിടക്കും എല്ലാ തേങ്ങയും വാങ്ങി എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണത് തന്നെ. കറക്റ്റ് 4 മണിക്ക് ഷാർപ്പിന് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ വന്നതിന് ശേഷമാണ് കുറേ ആൾക്കാരൊക്കെ എത്തിണ്ടായിരുന്നത്. അപ്പം എന്തായാലും ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ പോയിട്ട് വിൻഡോ സീറ്റ് പിടിക്കലാണല്ലോ പണി. അങ്ങനെ കുഞ്ഞുമുത്ത് അങ്ങോട്ട് വിൻഡോ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തി ഇതേ ഒരു സൈഡ് അങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം ഇരിക്കണമെന്നുള്ളൂ. പക്ഷെ ഒക്കെ കുറേ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി ഇരിക്കലായിരുന്നു പണി ഉണ്ടായിരുന്നത്. ഹലോ പറയൂ ജയിലു, വ്ളോഗർ ഇവിടെ ബിസിയാണ്. ഇതൊരു വളരെ മികച്ച ടൂറായി എനിക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. അല്ലടാ ശ്രീകു, വണ്ടിയല്ല പറയും നമ്മളെ ടൂറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. ഞാൻ അമ്മുന്റെ അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് പറയണ്ടേ? ഒന്നും പറയാനുള്ള അടിപൊളിയായിരിക്കും. കല്ലൂസ് ഇവിടെ ടൂറ് പോകാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. പക്ഷെ കൊച്ചു ഇവിടെ കൺഫ്യൂഷനാണ് ഞങ്ങൾ എന്തൊക്കെയാ പറയണേന്ന്. എന്തൊട്ട് വീഡിയോസ് ഒക്കെ എടുക്കണത് അഷറായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് എണീറ്റ് വന്നില്ല. ഞാൻ കുറച്ച് ഷൈയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കലായി. വഴിമാനം മുന്നേശേഖര ജിം കാണിക്കില്ലേ? ജിം കാണിക്കില്ലട്ടാ. അതെ പൊത്തിക്കോ. ജിഷ്ണൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങള് പൊളിക്കാണ്, പോവാണ്, കിടന്നുറങ്ങാൻ പോവാണ്. ഉറങ്ങിയിട്ട് ഞങ്ങൾ എനിക്കുന്നതാണ്. വേണം രണ്ടിനും പോണോ? കല്യാണാലോചന ഒക്കെ ഉണ്ട്. ആദ്യം തന്നെ ഞങ്ങള് ഭക്തി ഗാനത്തിന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിച്ചപ്പൊളി. നല്ല കാര്യത്തിന് പോകുമ്പോ ഒരു ഭക്തി നല്ലതല്ലേ? അപ്പൊ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചേരം കിടക്കാന്ന് വിചാരിച്ചു. അല്ലെ പിന്നെ അവിടെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണമായി പോകുമല്ലോ. വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കാറ്റടിക്കണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാനൊരു ക്യാപ്പ് എടുത്ത് അങ്ങോട്ട് വെക്കുകയും ചെയ്തു. കാരണം എനിക്ക് ഇപ്പോൾ ഒരു ടൈമിൽ തണുപ്പൊട്ടും പറ്റില്ല. അലർജിയിൽ ഒരു ടെസ്റ്റും ഇതൊക്കെ ചെയ്തേക്കണം. കാരണം തണുപ്പൊട്ടും പറ്റില്ല എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഈ ഒരു ടൂർ തന്നെ പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടാവും.
അത് കാരണം ജസ്റ്റ് ഒന്ന് നമ്മളെ കൊണ്ട് പറ്റുന്നവർക്ക് ഒന്ന് ജസ്റ്റ് സെറ്റാക്കി വെക്കണമല്ലോ. അത് കാരണം തൊപ്പി വെച്ച് അങ്ങോട്ട് സമാധാനമായിട്ടിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ തുമ്മി ഒരു പരിവായി പോകും. പിന്നെ ഒരു മാസ്കും കൂടി വെച്ചാലാണ് കാര്യമുള്ളൂ. പിന്നെ ടൂറൊക്കെ പോകുമ്പോൾ ആരാണല്ലേ മാസ്കൊക്കെ കൊണ്ടുപോകുക. കുറച്ച് തുമ്മണെങ്കിൽ തുമ്മട്ടെ. പിന്നൊരു 7:30-8 മണി ആ ഒരു ടൈമായപ്പോൾ ഞങ്ങളൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. വാഷ്റൂമിൽ പോകേണ്ട ആൾക്കാർക്കൊക്കെ പോകുമ്പോൾ ആ ടൈമിൽ. പിന്നെ ഇത് ഏത് സ്ഥലം ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ബസ്സിൻ്റെ ബാക്കിൽ മൂവാറ്റുപുഴ പിന്നെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പള്ളി നടയേ എനിക്കറിയില്ല. വല്ല മൂവാറ്റുപുഴ ഭാഗമാണോ എന്നറിയില്ല. ക്യാമറ അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്കും എല്ലാ മുഖം അങ്ങോട്ട് പുത്തിരിക്കും. ആ ടൈമിൽ എൻ്റെ എനിക്ക് അവിടെ മുഖം പുത്തിരിക്കും. പിന്നെ കുറച്ച് നേരം ബസ്സിലൊക്കെ കയറിയിരുന്നതിന് ശേഷം പിന്നെ കപ്പലണ്ടിയൊക്കെ കുറച്ച് നേരം കഴിച്ചു. വല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണല്ലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ആ ടൈമിൽ ഇങ്ങനെ വാൾ ടെൻഡൻസി അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് നേരത്തേക്കൊന്ന് കപ്പലണ്ടിയൊക്കെ കഴിച്ച് കുറച്ചിരുന്നു. കല്ലിവിടെ കരഞ്ഞിട്ടിരിക്കുന്നു. ഞാനവിടെ വന്നിരുന്നപ്പോഴേക്കും കല്ലും അങ്ങോട്ട് കരഞ്ഞു. അതിൻ്റെ ചേട്ടനെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിരുത്തിട്ട് സൈഡിൽ ഞാൻ കയറി ഇരുന്നതിന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എനിക്ക് പോയിട്ടാ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു സൈഡിൽ അങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളയപ്പം കുറുമക്കറിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു കഴിക്കാൻ. അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും ബസ്സിൽ അങ്ങോട്ട് കയറി ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നു. സീറ്റൊന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ ഒരു കണ്ണാടി അവിടെ കണ്ടത്. ഞാനപ്പോൾ ആലോചിക്കുന്നത് ഞാൻ എന്തിനാണ് ഒരു കണ്ണാടി അപ്പോൾ കെട്ടിച്ചുമെന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പാട്ടൊക്കെ ഇട്ടപ്പോഴേക്കും കല്ലൂസൊക്കെ അവിടെ ഡാൻസ് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ വന്നിരിക്കുന്നത് പുലിപ്പാറയിലാണ്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് മൈക്കൊക്കെ കൊണ്ട് വെറുതെ നടക്കാൻ എനിക്കറിയില്ല. ഷൈയാണ് ഗൈസ്. ഞാൻ ഇൻവെർട്ടറായി ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇൻവെർട്ടർ ആയിരിക്കുന്നു. ഹലോ മൈക്ക് ചെക്കിംഗ്. ആദ്യം മൈക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഇത് കുറങ്ങനെ തേരാപ്പാര നടക്കല്ലോ. അതുപോലെ ഡാൻസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് ബസ്സിൽ കയറിക്കാണ്. ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് അങ്ങോട്ട് ബസ്സിൽ പോയി. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ അങ്ങോട്ട് ബിങ്കോ കൊടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കുറച്ച് അങ്ങോട്ട് ഇരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ അവിടെ തകർത്ത് ഡാൻസ് കളിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ വെയിലായി. മഴ എന്ന് വെച്ചാൽ തകർത്തങ്ങോട്ട് പെയ്യ മഴ. പിന്നെ പൈൻ ഫോറസ്റ്റിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കിയേക്കാണ്. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അപ്പം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക കോടയും അതുപോലെ തന്നെ ഒരു മഴേൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷം ഉണ്ട്. പക്ഷെ നമ്മൾ മഴ പെയ്യില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2-3 സ്റ്റെപ്പൊക്കെ അങ്ങോട്ട് നടന്നപ്പോഴേക്കും പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു തൂളലൊക്കെ ഉണ്ട്. അപ്പോൾ വിചാരിച്ചു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ നോക്കിയപ്പോഴാണ് മഴയ്ക്ക് അങ്ങോട്ട് പ്രാന്ത് പിടിച്ചോണം അങ്ങോട്ട് പെയ്യുണ്ടായിരുന്നു. ഇങ്ങനെ പോണ വഴിയിൽ ഞങ്ങൾ എല്ലാവരും വീഡിയോസ് ഇങ്ങനെ ഓരോന്നൊക്കെ എടുക്കലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുമുത്തും പിന്നെ കുഞ്ഞപ്പും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ നീറ്റിയും തമ്പൂരും ടീമും ഈച്ചങ്ങളൊക്കെ എവിടെയാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഒക്കെ മുമ്പിലാണോ അതോ ബാക്കിൽ കൂടെയാണോ വരുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളെന്തായാലും മുമ്പോട്ട് നടക്കേണ്ടത്. നമ്മൾ ഭൂമി ഉരുണ്ടതല്ലേ എവിടെയെങ്കിലൊക്കെ വെച്ച് നമ്മൾ കാണും. അങ്ങനെ തന്നെ എല്ലാം വഴിയിൽ വെച്ചിട്ട് ഒരു കടയുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ തമ്പൂരിനെ അതേ ബാക്കിൽ കൂടെ ഒക്കെ എല്ലാം വരുന്നുണ്ട്. ഒക്കെയും ആ കടേൻ്റെ പരിസരത്ത് അവിടെ ഉണ്ടായിരുന്നു. തിരിയൊക്കെ അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഒരു പേര് മഴ അങ്ങോട്ട് പെയ്തു. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങളൊക്കെ കുട കയ്യിൽ പിടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു അലേർട്ട് എപ്പോഴും വേണമല്ലോ. എൻ്റെ ബാഗിൽ എന്തായാലും കുട വെച്ചിട്ടുണ്ട്. എന്തൊരു ഭാഗ്യത്തിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കുട അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്താണെങ്കിൽ ചെയ്യാണ്ട് അങ്ങനെ എത്തി. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കയറില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു പെയ്ത്ത് അങ്ങോട്ട് പെയ്തപ്പോഴേക്കും ആകെ നനഞ്ഞു കുളിച്ചു. അപ്പോഴേക്കും ഞാൻ എൻ്റെ നെഞ്ചത്തിരിക്കുന്ന ആ മയക്കും തേക്കും വാങ്ങിന അതൊന്നും വെച്ചിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല. മഴ പെയ്യുന്നുണ്ടപ്പോൾ ഞാൻ അതിനൊക്കെ സ്വിച്ച് ഓഫ് ചെയ്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സാധനം അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. ചെടിയുടെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് എൻ്റെ മൂക്കത്തൊരു തുള്ളി അങ്ങോട്ട് വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലായി ആ പെരുമഴയ്ക്കുള്ളതാണ്. പറഞ്ഞ പോലെ തന്നെ നല്ല മഴ അങ്ങോട്ട് പെയ്യുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഒക്കെയും ആരുടെയൊക്കെയോ കുടക്കീഴിൽ അങ്ങോട്ട് കയറി നിൽക്കലായിരുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരും കടയിൽ നിന്ന് അങ്ങോട്ട് എന്തായാലും അവിടെ നിൽക്കുന്ന എല്ലാ കച്ചവടക്കാർക്കും നല്ലൊരു എന്താ പറയുക ഒരു സെയിൽ അങ്ങോട്ട് നടന്നുണ്ട്.
നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഇഷ്ടം പോലെ റെയിൻകോട്ടും അതുപോലെ തന്നെ എന്താ പറയുക കുടയും തേങ്ങയും മാങ്ങയും ഒക്കെ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ചെങ്ങളൊക്കെ ഇനി റെയിൻകോട്ടാണ് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വാങ്ങേണ്ടത്. അപ്പം ഞാൻ കുട കൊണ്ടുവന്ന കാരണം ഞാൻ കുടയെ മാത്രം അങ്ങോട്ട് പിടിച്ചു. പിന്നെ റെയിൻകോട്ടൊന്നും വാങ്ങാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. സൈഡ് ഒതുങ്ങി നിന്നപ്പോഴേക്കും അഷറ അങ്ങോട്ട് കണ്ണാട വെച്ചിട്ട് പട്ടി റോൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അപ്പു, പിന്നെ തെന്നല്, തമ്പുരു, പിന്നെ കുഞ്ഞുമുത്തു ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നീനു, പിന്നെ ഉല്ലാസൊല്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഓരത്തെ തന്നെ നോക്കുമ്പോൾ തന്നെ നമ്മളുടെ വീട്ടുകാർ തന്നെയാണ് ഈ ഓരത്ത് മുഴുവൻ നിൽക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ അനിയത്തി വെച്ചിട്ട് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ആ പെണ്ണുമ്പിള്ള എവിടെ പോയി കിടക്കണമോ. അങ്ങനെ പൈൻ ഫോറസ്റ്റിലേക്ക് കയറാൻ വേണ്ടി 10 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ പെരുമഴയാണ്. അപ്പോൾ എന്തായാലും നല്ല സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. ഷൂ ഇട്ടിട്ടാണെങ്കിൽ എൻ്റെ കാലൊക്കെ ഇങ്ങോട്ട് വേദന എടുത്തിട്ട് വയ്യ. അപ്പോൾ വേദനയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ച് കയറൽ നടക്കില്ല. എന്തുറ്റ തേങ്ങയെന്ന് അറിയാൻ വേണ്ടി താഴോട്ടേക്ക് ഇറങ്ങി പോയത്. പക്ഷെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അനിയത്തി അപ്പളേ പറഞ്ഞാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇവിടെ നിൽക്കണ ആ മരങ്ങൾ തന്നെയുള്ള അവിടെ പോയി കാണുന്നത് എന്ന് പറഞ്ഞാൽ. എന്തായാലും വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയതായിരുന്നു. ഇവിടേക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിനുള്ളത് ഉണ്ടായി എൻ്റെ ഷൂവിൻ്റെ ഉള്ളിൽ. അങ്ങനെ പിന്നെ വഴിയിൽ നിൽക്കണ്ടായി ഒരു ചേച്ചിരുന്നു. ഒരു 150 രൂപയ്ക്ക് അങ്ങോട്ട് ഒരു സ്ലിപ്പർ ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ ഫുൾ ടൈം ഞാൻ അതിലായിരുന്നുണ്ടായിരുന്നത്. ഒക്കെ ചൂടിന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പകുതി മുക്കാലം അങ്ങോട്ട് നനയും ചെയ്തു. എൻ്റെ തലയും മുഴുവനൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്ലിപ്പർ ചെരുപ്പ് ഇട്ടിട്ട് നടക്കാൻ വരെയൊക്കെ പറ്റുന്നുണ്ടായി. കാരണം ഭയങ്കരമായിട്ട് വഴുക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്തൊന്നും ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പണ്ടാറക്കാലൻ എൻ്റെ പോക്കറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കുന്നു കാണാം, വഴിയെ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും എന്താണെന്നുള്ളത്. നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. എവിടെ സ്ഥലം ചോദിച്ചെങ്കിൽ എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടണില്ല. പിന്നെ വണ്ടികളെല്ലാം അവിടെ പാർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു പോയി ഇങ്ങനെ നമ്മളുടെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അത് നനഞ്ഞിരിക്കുന്ന കാരണം ബസ്സിലിരുന്നിട്ടൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി ഡാൻസ് കളിക്കുന്ന സമയത്ത് യാതൊരു തണുപ്പും ഇല്ല, ഒരു കുന്തവും ഇല്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് ഡാൻസും തുള്ളലും എല്ലായിരുന്നു. ഇറങ്ങിയപ്പോഴേക്കും വേറെ ബസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന കുറേ പിള്ളേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കയറി വരുന്ന സമയത്ത് തന്നെ ഇവരുണ്ടായിരുന്നു നമ്മളെ പിന്നാലെ തന്നെ ബസ്സിൻ്റെ അവിടെ. അതായത് ഞങ്ങൾ കയറി വന്നപ്പോൾ ഏതോ മറ്റേ ഹര 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 ശങ്കര ആ പാട്ടിക്ക് അതൊക്കെയാണ് വെച്ചിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായി. ഇപ്പോൾ ഇവർ ഞങ്ങളെ കൂടെ തന്നെ തുള്ളാൻ വന്നിട്ടുണ്ടായി. പിന്നെ ഫുൾ ടൈം ഇവരുടെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി തകർത്ത് അങ്ങോട്ട് തുള്ളലായിരുന്നു. അവിടുത്തെ തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് തലമുടിയൊക്കെ തോർത്താൻ വേണ്ടി ബാഗിനുള്ളിൽ ഒരു ടവൽ ഇരിക്കുന്നുണ്ടായി, എടുക്കാൻ വേണ്ടിയൊക്കെ വന്നതാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ട് അവിടെ വെച്ചിട്ട് ബിരിയാണി ഇരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡ് എല്ലാവരും. പിന്നെ അവിടെ എത്തിയപ്പോൾ ഡ്രസ്സൊക്കെ പോയി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ കയ്യിൽ പിടിച്ച കാരണം ഭാഗ്യമായി, അല്ലെങ്കിൽ ആകെപ്പെട്ടു പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര നനഞ്ഞ് ചീഞ്ഞാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വണ്ടി ഇട്ടോടത്തുനിന്ന് പിന്നെ അവിടം വരെ നടക്കണത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വേറെ ആരുടെ കൂടെ ഒക്കെ വേറെ വേറെ സ്ഥലങ്ങളിൽ എവിടേക്കുമായിരുന്നു. അപ്പം എന്തായാലും അതൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഇവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഓരോന്നൊക്കെ ഇങ്ങനെ എടുക്കലായിരുന്നുണ്ടായിരുന്നു. പക്ഷെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. മഴ അത്ര നേരമായിട്ടും തോർന്നിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് ഗ്ലാസ് പിടിച്ച് അങ്ങനത്തെ ഒന്നിലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ മാറാൻ പോയിട്ടാണെങ്കിലും അവിടെ നിൽക്കണ്ടായ കുറേ എണ്ണം അങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വരലായിരുന്നു. അതിന് സമയത്ത് ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ പൈനാപ്പിളൊക്കെ കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സ് മാറിയപ്പോഴും ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. മേത്ത് കയറിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അട്ടപ്പണ്ടാരത്തിന് കയറാൻ കണ്ട ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇങ്ങനെ തൊടയുടെ അവിടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ എങ്ങനെ കയറിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു. പൈൻ ഫോറസ്റ്റിലേക്ക് ഇവർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചാൽ കയറിയെന്ന് ഒന്നും അറിയില്ല. മറ്റേ എന്താ പറയുക, ഇതിനങ്ങോട്ട് കണ്ടേ. പിന്നെ എൻ്റെ കൈയും കാലും വിറയലായി. എനിക്ക് ടെൻഷൻ അങ്ങോട്ട് കയറും പെട്ടെന്ന്. എന്തെങ്കിലും ചെറിയ കാര്യം മതി അപ്പോഴൊക്കെ ടെൻഷൻ അടിക്കാനാണ്. ഇതിനും കൂടി കണ്ടപ്പോൾ പിന്നെ പറയണ്ട. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേറൊരു ഇതിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബട്ടർ നാണും ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായി. ഇറങ്ങുന്നില്ല, ടെൻഷനും കയറിയിട്ട് വയ്യ, കൈയും കാലും വിറച്ചിട്ട് വയ്യ. ഞാൻ എൻ്റെ കാലും ഇങ്ങനെ കടിച്ച് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വിചാരം എന്തെങ്കിലും കമ്പും ചില്ലും വല്ലതും കൊണ്ടതായിരിക്കും അങ്ങനെ, അല്ലെങ്കിൽ വല്ല വേട്ടാളന മറ്റേ സാധനമില്ല, മറ്റേ തേനീച്ച അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വല്ല പറന്ന് വന്ന് അതിൻ്റെ കൊമ്പ് എന്തെങ്കിലും കൊണ്ടതായിരിക്കും എന്ന് ചോദിച്ചു. കാരണം ഒരു കഴപ്പ് പോലെ ഉണ്ടായിരുന്നു. സാധനം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു തൊടയിൽ അവിടെ ഭയങ്കര വേദന എടുത്തിട്ട് വയ്യ, ഭയങ്കര കഴപ്പെന്നു. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് നമ്മൾ ജീൻസ് ഇടുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചൊറിച്ചിൽ അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ മാന്താനൊന്നും പറ്റില്ല. ഞാൻ ഇത് പിച്ചി അങ്ങോട്ട് ഇതാക്കി പിച്ചി ഇപ്പോഴങ്ങാണ്ട് ഈ സാധനം അരഞ്ഞങ്ങാണ്ട് പോയി ചത്തെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ചത്തല്ലോ, അതെന്തായാലും സമാധാനമായി. സാധാരണ ഇതെന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും വല്ല ചോര വരെ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കണേ ഉണ്ടായിരുന്നില്ല. നിൽക്കാണ്ടായപ്പോഴാണ് എനിക്ക് ടെൻഷൻ കയറിയത്. ഈ ബ്ലഡും കാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും തുള്ളണമുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇറങ്ങി ഡാൻസ് കളിക്കണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് എനിക്ക് പറ്റണില്ല. കാരണം ഞാൻ പാൻറ്റിൻ്റെ അവിടെ ടിഷ്യൂ പേപ്പർ ഫുഡ് കഴിക്കാൻ പോയിടത്തുനിന്ന് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്തിട്ടൊക്കെ അവിടെ പൊത്തി പിടിക്കലായിരുന്നു. കാരണം ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പാൻറ്റ് മക്കോടെ ഇങ്ങനെ വരുമായിരുന്നു. ഇതൊന്നും കാണാൻ വയ്യാണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് തൊപ്പി വെച്ച് അടച്ച് വെച്ചിരുന്നു. എന്നാൽ പിന്നെ ഡാൻസ് കളിക്കേണ്ട ടെൻഡൻസി കയറില്ല. അഡ്വഞ്ചറസ് ആയിട്ട് ഓരോ പാർക്കിക്ക് ഒന്നും കയറാത്താറ് ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് എത്തുകയും ചെയ്തു. ഒരു 11:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ട വീട്ടിലേക്ക്. സമ്മാനമായിട്ട് നടന്നു വരുന്നുണ്ട് എൻ്റെ കാലിലേക്ക്. നോർമലി എല്ലാവരും ഇതുപോലത്തെ കീറിയ പാൻറ് പോലത്തെ സാധനങ്ങൾ ഇടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതായിരിക്കും. പക്ഷെ എന്തായാലും ഈ ഒരു പാൻറ് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഉപകാരം ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലവ് വരച്ചപ്പോഴേക്കും ചെരിഞ്ഞ് അങ്ങോട്ട് പോയി സാരില്ല. ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.